കുറുമ്പടിച്ചതും അല്ല, ഇതിന്റെ തലക്ക് ചക്ക വീണതും അല്ല, ഇതിന്റെ തലക്ക് മാനസികവും ഇല്ല. ഈ ചാവാൻ കാണിച്ചു കൂട്ടുന്ന കഷ്ടപ്പാട്. പാകിസ്ഥാന്റെ മിസൈല് തലക്ക് വീണതാന്ന് തോന്നുന്നു. സീരിയസ് ആയിട്ട് ഞാൻ ചോദിക്കുന്നത്, ഇതെന്താ കോമഡിയാ? ഇതെല്ലാം കണ്ടിച്ചെന്താ ചിരിക്കണം? ഇതെല്ലാം കണ്ടിച്ചെന്താ കൈയടിക്കണം? 2 കൈ കൊണ്ടല്ല, 1 കൈ കൊണ്ട് മാത്രം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് മാങ്ങാം മാണേശ്വരൻ എന്ന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടങ്ങാം നമുക്ക് പരിപാടി. കുറെ കോണി അടിക്കാണ്ട്. എന്തൊക്കെ വാണത്തരാണ് ആസിഫ് നീ കാണിക്കുക? ഡാൻസ് ആണോ? എനിക്ക് തോന്നുന്നില്ല. ഇത് പാടത്ത് നമ്മളൊരു കോലം നിർത്തുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആടില്ല. അതിന് കഷ്ടമാണ്. പിന്നെ പൗഡർ കൊണ്ട് ക്യൂട്ട്നെസ് ഇങ്ങനെ മെഴുകുക. എന്തൊക്കെയാണ് പറയേണ്ടത്? അവിടെ തെന്നി അടിച്ച് ആസിഫ് എന്തൊക്കെയോ കോമാളിത്തരം കാണിക്കുന്നത്. പക്ഷെ നീ കാണിക്കുന്നത് ഓസ്കാർ കിട്ടുന്ന പരിപാടിയല്ലേ? മെസ്സിന്റെ ഫ്ലക്സ് നെഞ്ചത്ത് വെച്ച് നടക്കുക, വിജയിന്റെ ഫ്ലക്സ് നെഞ്ചത്ത് വെച്ച് നടക്കുക. വിജയാണ് എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കുറെ നേരം ഇരുന്ന് കരയാ. ഓരോരോ ആക്ടേഴ്സിന്റെ ഫോട്ടോന്റെ ഫ്രണ്ടിൽ ഇരുന്ന് മോങ്ങ പൊതുശല്യാക്കി പ്രഖ്യാപിച്ച് നാട് കടത്തണം നിന്നെയല്ല, സ്വന്തം തന്തേനെ മാറ്റി കളിക്കുക. കഴിഞ്ഞ ആഴ്ച മെസ്സിയാണ് ഇവന്റെ തന്ത, ഈ ആഴ്ച റൊണാൾഡോ. ഇനി വരുന്ന ആഴ്ച ആരെയാടാ നീ തന്തയാക്കാൻ പോകുന്നത്? എന്തെല്ലാം പറഞ്ഞാലും തന്തേനെ മാറ്റി കളിക്കുന്ന നിന്നെ പോലെ ഒരു മലവാണ് ഈ ലോകത്ത് ഒറ്റൊന്നേ ഇല്ലൂ. കാട്ട് കഴിവേറി നീ ഒരു എഡിറ്റർ കില്ലാടി തന്നെ. എന്താ അടിപൊളിയായിട്ട് നീ തന്തേന മാറ്റി വെക്കുന്നത്? എന്ത് തൈരാടാ നീ പണി വെച്ചത്? കുട്ടി വയറ്റിലുണ്ടാകുമ്പോ നഴ്സറി ഡാൻസ് കളിച്ച് നടക്കുക. റെസ്റ്റ് എടുക്കേണ്ട സമയം ഇത്. ഡാൻസ് കളിക്കുന്നതൊക്കെ ശരി, പക്ഷെ ആ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയ ഗേൾസിനെ ഇംപ്രസ് ചെയ്യാനാണെങ്കിൽ ഈ പരിപ്പ് ഇവിടെ പോകൂല അമ്മാവാ. എന്താ മോനിച്ച് അങ്ങനെ പറഞ്ഞ? നിങ്ങൾക്ക് പെണ്ണാകാൻ പറ്റുമോ? എന്നാൽ നിങ്ങൾക്ക് പെണ്ണ് കിട്ടും. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളാ മതി, നിങ്ങൾക്ക് പെണ്ണ് കിട്ടുന്നില്ല. അതെന്താ ഒരു സൗണ്ട് കേൾക്കുന്നു? അല്ല റബ്ബേ, നമ്മൾ ഇത്രയും കാലം കൊണ്ടു കാണുന്ന നമ്മളെ ചുക്കാമണി വെറുതെ ആയല്ലോ. എന്നാ പിന്നെ മോനെ ഇത് പോര്, നമ്മൾ പൊറോട്ട ഇറച്ചി മേടിച്ചരാ. സാലെ ബോസടിക്കേ. ഈ തളക്ക് വയ്യാണ്ടായ ഒരുമാതിരി നാടൻ പട്ടിക്ക് വയറിളക്കം പിടിച്ച പോലെ ഷഡ്ഡി ഊരി പോകാത്തത് ദൈവം കാത്ത്. കുടുംബശ്രീ കഴിഞ്ഞൊന്ന് പൊട്ടി എടുത്തിട്ട് റീലെടുക്കുക. ആൾക്കാർ കാണാണ്ട് നോക്കിക്കോ. കണ്ടു കഴിഞ്ഞാൽ ചാവി കയ്യിൽ കൊണ്ട് തരും. അതുവഴി നടന്നു പോകുന്ന ആരെങ്കിലും ഇത് കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ കോമാ സ്റ്റേജിലാവും. നിങ്ങൾ ഈ കളി കണ്ടിട്ട് ജീവികൾ എന്ത് പറയാനാണെന്ന് വെച്ചാൽ സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ 2 തെറി പറഞ്ഞിട്ടുണ്ടാവും. രാവിലെ ഒരു കാര്യം കാണിച്ചിട്ട് ഒരു കൊച്ചു കാര്യം നോക്കിട്ട് ഉറുമ്പുകളും ഉറുമ്പിങ്ങനെ പച്ച ഇലകൾ തിന്നുകൊണ്ട് നടക്കുകയാ. ഉറുമ്പുകളും വണ്ടുകളും ഇങ്ങനെയാണല്ലേ ഉണ്ടാവാ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാണിച്ചു തന്നതിൽ നന്ദി. ഞാൻ നിങ്ങളെയും കൂടെ ആ പച്ചപ്പുകളിലേക്ക് കൊണ്ടുവരട്ടെ. പിന്നെ നല്ല വെയിലാ കണ്ടോ. ഈ വെയിലത്തെ ഈ പച്ചപ്പുകൾക്കൊക്കെ ഉമ്മ കൊടുത്തുകൊണ്ട് ഞാനിങ്ങനെ ഒരു പൂമ്പാറ്റയെ പോലെ നടക്കുകയാ. പൂമ്പാറ്റയല്ല, കണ്ടിട്ട് ലിഫ്റ്റിക്കിൽ മുഖമ്പത്തി വീണ വാട്ടാവളിയനായിട്ടാണ് തോന്നുന്നത്. പ്രകൃതിനെ വെറുതെ വിടുക, അതിന് നിങ്ങളത്ര തൊലിക്കട്ടിയില്ല. ഈ വെയിലത്തെ ഈ പച്ചപ്പുകൾക്കൊക്കെ ഉമ്മ കൊടുത്തുകൊണ്ട് ഇലക്ക് ഉമ്മ കൊടുത്തപ്പോ അതിലുണ്ടായ ചൊറിയാൻ പുഴുവിനെ കണ്ടില്ലേ അമ്മച്ചി? അതുകൊണ്ടാണോ നിങ്ങളെ ചുണ്ട് വീർത്തിരിക്കുന്നത്? രാവിലെ എന്താ ലിപ്സ്റ്റിക്കാണോ കലക്കി കുടിച്ചത്? എന്നോട് പിണങ്ങരുത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കാണാം വീണ്ടും. കാണണ്ട, ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടോളാം. എന്റെ തന്തേന്റെ നെക്സ്റ്റ് സ്വഭാവം എങ്ങനെയാന്ന് വെച്ചാൽ, എന്റെ തന്തേന്റെ മുമ്പില് എന്നെ കുറിച്ച് ആരെങ്കിലും എന്ത് പട്ടിത്തരം പറഞ്ഞാലും എന്ത് തെറി വെച്ചാലും കുഴപ്പമില്ല. നിന്റെ തന്ത നിന്നെ പറ്റി എന്താ പറയുന്നതെന്നറിയോ? തൈര് പുതപ്പിൽ തുടച്ചു കളഞ്ഞാൽ മതിയായിരുന്നു. നിന്റെ നാവിന്റെ നീളം കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ട് നീ പ്രശ്നേഷിന്റെ വകയിൽ ആരോ ആയിട്ട് വരും. ഒരുത്തനിപ്പോ വീട്ടുകാരെ കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ നോക്കി പോലീസ് സ്റ്റേഷൻ വഴി ബഹിരാകാശത്ത് പോയിട്ട് നീയും വൈകാണ്ട് പോവും. ഞാനേ നിങ്ങളൊരു സംഭവം കാണിക്കാൻ പോണേട്ടെ.
പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്. ഞാനാ ചോദിച്ചേ എത്ര നാളായി വെയിറ്റ് ആക്കുന്ന ചേച്ചി, എന്നാലും ചേച്ചിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്തെന്നാണ്? അത് ഞാനൊരു പാട്ടോടുകൂടി കാണിക്കാം. അപ്പൊ കാണിക്കട്ടെ. കറ്റക്കതിരെ കറുത്ത പെണ്ണെ, ഒറ്റയ്ക്കിരുന്നു മടുത്തു പെണ്ണെ. ഞാൻ പോക്കാം, എനക്കൊന്നും പറയാം. ആ പാട്ട് കേട്ടപ്പോ തന്നെ സ്കിപ്പ് അടിച്ച് പോയാൽ മതി. എന്നാലും ദൈവമേ, ആർക്കും ഇങ്ങനെയൊന്നും സൗന്ദര്യം ആർക്കും ഒരു കൊടുക്കല്ല. കാണാൻ മാത്രമാണ് നല്ലത്. നീ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നാ മതി, അതാ നല്ലത്. ആ തൊള്ള നീ തുറക്കണ്ട. നീ വെറുതെ ഇങ്ങനെ ലാലാ ലാലാ അങ്ങനെ പാടുന്ന പോലെ ആക്ഷൻ കാണിച്ചാൽ മതി. ഞാൻ വേണമെങ്കിൽ ഡബ് ചെയ്ത് തരാം. നീ ഇത് പാടുമ്പോ നിന്റെ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല ഈ പാട്ട് പാടി കഴിഞ്ഞിട്ട് നീ ഈ പാട്ട് കേൾക്കുന്നില്ല. ഈ പാട്ട് ഒറ്റ പ്രാവശ്യം കേട്ടപ്പോ തന്നെ എന്റെ കിഡ്നി അടിച്ചു. ഇതിനെയാണ് പറയുന്നത് ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഇതെന്ത് പാവാ. നീ ആ ഉണ്ടാവ് തുറക്കണ്ട, അതാ നല്ലത്. ഗുണാക്കേവും ബ്ലാക്ക് ഹോളും അടക്കി ഈ ഉലകം മൊത്തം ഞാൻ അതിൽ കണ്ട്. അയ്യോ, ഡിസ്ക്ലൈമർ കൊടുക്കാൻ മറന്നു. ഇത് ആരെങ്കിലും കണ്ട് ചത്തു കഴിഞ്ഞാൽ എന്റെ തലയിലാവും. ഈ വീഡിയോ രാത്രി കണ്ടു കഴിഞ്ഞാൽ ഈ അണ്ടാവിന് വീണ് നിങ്ങൾ ചത്തുപോകും. ഈ റീല് സേവ് ചെയ്ത് വെച്ചോ. കുട്ടികൾ ചോറൊന്നുമില്ലെങ്കിൽ ഇതെടുത്ത് കാണിച്ചു കൊടുത്താൽ മതി. ചത്തു പോയി കഴിഞ്ഞാൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ. അമ്മച്ചി നോക്കിയും കണ്ട് പോ. ആകാശത്തെ കൂടി യുദ്ധവിമാനം റോക്കറ്റെല്ലാം പോകുന്നതാണ്. പെട്രോളും കരിയോയിലും തീരും പറഞ്ഞ് വന്നാൽ മതി. പറക്കുമ്പോ 2 കാക്കേനും കൂടി പിടിച്ചോ. ഉച്ചക്ക് വറുത്തരച്ച് കൂട്ടാം. റൈഡറുകളാ ഇതിന് ഞങ്ങളുടെ നാട്ടിൽ കഴപ്പ് എന്നാ പറയാ. 4 മണിയാകുമ്പോ സ്കൂളിന്റെ ഫ്രണ്ടിൽ കിടന്ന് കഴപ്പ് കാണിക്കുന്ന കുറെ കണ്ണാപ്പികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് വെറൈറ്റി കഴപ്പായി പോയി. പൊന്നു മോളെ, നീ എന്നാന്ന് വണ്ടീനെ കൊണ്ട് ശവടക്കാനുള്ള കുഴി കുടിക്കുന്ന. ഇതും എടുത്ത് റോഡിൽ ഇറങ്ങണ്ട. നാട്ടുകാർ ജീവിച്ചു പോയിക്കോട്ടെ. കാഴ്ചക്ക് ടയർ മാറ്റാൻ വേണ്ടി തന്തൊക്കെ പണിയുണ്ടാക്കി വെക്കാം. തിന്നുന്നത് പോലെയാണ് ടയർ തീർക്കുന്നത്. ആ കടപ്പ് കാണിക്കുമ്പോ ആ ബ്രേക്ക് ഒന്ന് വിട്ടു നോക്കും മോളെ. വണ്ടിയും കൊണ്ട് എല്ലാം കൂടി മറിഞ്ഞു കൊക്കയിൽ കിടക്കും. എന്നാ പറഞ്ഞ് സെക്സി എന്തർത്ഥത്തിലാണ് നീ അങ്ങനെ പറഞ്ഞത്? ഒരു വണ്ടീനെ 2 തള്ളമാര് കൂടി മാനസികപരമായും ശാരീരികപരമായും പീഡിപ്പിച്ചു കൊന്നു. ട്രാൻസ്ജെൻഡർ ലെസ്ബിയൻ എന്നെല്ലാം കേട്ടിട്ടുണ്ട്. വണ്ടീനോട് കാമക്കടി കാണിക്കുന്ന ഇതിനെ എന്താ പറയാ? നിക്കാൻ ജീവനുണ്ടാന്ന് എനിക്ക്. അമൃതമൂടി കുറച്ച് കലക്കി കുടിക്കും മോനെ. കുറെ തോറികള് ഞങ്ങളൊന്ന് നോക്കിയാ എല്ലാരും നിക്കറി ശാരിക്കും. ഹോംവർക്ക് ചെയ്യാണ്ട് ക്ലാസ്സിൽ കയറി ടീച്ചർ കണ്ടപ്പോ പാന്റിൽ തൂറി വെച്ചവനാന്ന് ഈ ഡയലോഗ് പറയുന്നത്. ചുക്കാമണിക്കൊരു നുള്ളു കിട്ടിയാൽ തീരും മോനെ നിന്റെ എല്ലാ കഴപ്പും. അങ്കണവാടി ഗ്രൂപ്പ് ഫോട്ടോയാണോ? അല്ല, അങ്കണവാടി കുട്ടികളെ ശല്യം ചെയ്യുന്നവരെ തീരുമാനമാക്കാനുള്ള ടീമാണ്. അത് പറയേണ്ട കാര്യമില്ല, കണ്ടപ്പോ തന്നെ മനസ്സിലായി. അങ്കണവാടി പിള്ളേരെ നോക്കി പഠിപ്പിക്കാനും പട്ടീനെ കല്ലെടുത്തറിയാൻ മാത്രമേ നീ ആയിട്ട്. ടീച്ചറിനെ പഠിച്ച് നിക്കറിൽ മുള്ളി കരഞ്ഞു മെഴുകുവാനാണ് നീ ഇൻസ്റ്റയിൽ വന്ന് കൊണയടിക്കുന്നത്. പേരൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് മുട്ടേന്ന് വിരിയാത്ത കൊച്ചു കഴിവേർക്കൊന്ന് ഫോൺ കൊടുക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഫോളോ ചെയ്യാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കണ്ടന്റ് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തരാം. വീഡിയോസും റീൽസെല്ലാം നിങ്ങൾ അയച്ചു തരാം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുത്തിയിരുന്ന് എൻ്റെ വീഡിയോ കാണുന്ന ടീമെല്ലാം ഉണ്ട്. ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് എല്ലാ വീഡിയോയിലും കാണും, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യില്ല. അങ്ങനത്തെ ടീമെല്ലാം ഉണ്ട്. ഗൈസ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. ലവ് യു ഓൾ. ബൈ ബൈ.